ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? മാർച്ചൊക്കെ ആയില്ലേ? മണ്ണിൽ കൈവയ്ക്കാൻ തോന്നുന്നുണ്ടോ? കൃഷിയിൽ ഇറങ്ങാൻ തോന്നുന്നുണ്ടോ? നമ്മുടെ സ്വന്തം വീട്ടിൽ ഓരോ ഓരോ വിത്ത് ഇങ്ങനെ നട്ട് അത് ചെടിയായി പൂവായി കായായിട്ട് വന്ന് അതിൽ നിന്ന് ഫ്രഷ് പച്ചക്കറി എടുത്ത് നമ്മൾ കഴിക്കുന്നത് അതൊരു സുഖമല്ലേ അല്ലേ? അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർ എല്ലാവരും കൃഷിയിൽ ഇറങ്ങണം തന്നെയാണ് ഞാൻ പറയുള്ളൂ. എന്നാലും മാർച്ചായില്ലേ, മണ്ണിൽ ഇറങ്ങണമല്ലോ, പുറത്ത് ഇറങ്ങണമല്ലോ എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ നമുക്ക് അരിക്കുണ്ടാവുമല്ലോ. അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പറയുകയാണ്, ഈ വിത്തുകളൊക്കെ നമുക്കിപ്പോൾ പുറത്ത് നടാം കേട്ടോ. പുറത്ത് നടാം, അതൊരു സന്തോഷമല്ലേ? ഇന്നിപ്പോൾ ഒരു 15 ഡിഗ്രി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് അത്യാവശ്യം കുറച്ച് വിത്തുകൾ പുറത്ത് നടാൻ പറ്റും. കാണിച്ചു തരാം കേട്ടോ. പുറത്ത് നടണമെങ്കിൽ ഞാനിതൊക്കെയാണ് നടുന്നത്. ഈ സാലഡ് ഐറ്റംസൊക്കെ നമുക്കിപ്പോൾ പുറത്ത് നടാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഒരു ബീൻസ് വെറൈറ്റിയാണ്. നാട്ടിൽ മൊച്ച എന്ന് പറയാം, അതുപോലെ ഉണ്ടാവും. മൊച്ചപ്പയറില്ല, അതുപോലെ വലിയ പയർ. ഈ പയർ ഇതിപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു. 12 മണിക്കൂറോളം ഞാൻ എപ്പോഴും വെള്ളത്തിലിട്ട് വെക്കാറുണ്ട് എല്ലാ വിത്തുകളും. എന്നിട്ടാണ് മണ്ണിൽ ഇടാറുള്ളൂ. എല്ലാവർക്കും അറിയാമല്ലോ, എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം. അത് പിന്നെ ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് ഇടാം, എല്ലാ പ്രശ്നമൊന്നുമില്ല. ഈ സാലഡ് റാഡിഷ് ഇതൊക്കെ ഡയറക്റ്റ് ഇടാൻ പറ്റും. ഓക്കെ. പിന്നെ ചീര, ഇവിടുത്തെ പാലക് ചീര ഇടാം. അങ്ങനെ. പിന്നെ തക്കാളി ഞാനിവിടെ എടുത്ത് വെച്ചത്, തക്കാളി മാക്സിമം ഇപ്പോൾ വിത്തുകൾ ഇട്ട് വെക്കണം കേട്ടോ, വീട്ടിൻ്റെ ഉള്ളിൽ, പുറത്തല്ല. തക്കാളി മാത്രം വീട്ടിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കണം. ഓക്കെ. അത് കൂടാണ്ട് നമുക്ക് ക്യാരറ്റ്, പട്ടാണി, ഉള്ളി ഐറ്റംസ് അതൊക്കെ ഇപ്പോൾ പുറത്ത് നടാൻ പറ്റും. അതൊരു സന്തോഷമല്ല, എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ് കേട്ടോ. കാരണം നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇതൊക്കെ ഞാൻ എടുത്തു പറയണത് സ്പെഷ്യലി തണുപ്പ് രാജ്യങ്ങൾക്കുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. കാരണം നാട്ടിലിപ്പോൾ നല്ല ചൂടാണല്ലോ, അതുകൊണ്ട് തണുപ്പ് രാജ്യങ്ങൾക്കുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയണത് കേട്ടോ. ഓക്കെ. അപ്പോൾ പണി തുടങ്ങണമെങ്കിൽ ആദ്യം ഈ ആവശ്യമില്ലാത്ത ചെടികളിങ്ങനെ മുളച്ച് വന്ന ചെടികളൊക്കെ ആദ്യം കളയണം കേട്ടോ. കളഞ്ഞാലാണ് ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം വെച്ച ഒരു കെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചീര വെറൈറ്റിയാണ്. അതായി വരണതേ ഉള്ളൂ. ഇത് അങ്ങോട്ട് പറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് പറിക്കാൻ എളുപ്പമുണ്ട്, കാരണം മണ്ണ് നനവുണ്ട്. അതുകൊണ്ട് ഇത് പറിക്കാൻ എളുപ്പമുണ്ട്. ഇപ്പോൾ അതിങ്ങനെ പറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ആക്ച്വലി ഞാൻ കഴിഞ്ഞ കൊല്ലം ക്ലീൻ ചെയ്ത് വെച്ചതായിരുന്നു. പിന്നെയും ഈ മഴ വന്നപ്പോൾ ഇത് പിന്നെയും വന്നതാണേ. ഇത് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ചീരയ്ക്ക് വളരാൻ സ്ഥലം ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയാണ്. ഓക്കെ. ആദ്യം നമ്മുടെ സബോളനെ നട്ട് കൊടുക്കാം. വലിയ ഉള്ളിൽ മൺപുഴു കണ്ടോ? ഇത് കഴിഞ്ഞ കൊല്ലം തന്നെ ഞാൻ പുതിയ മണ്ണൊക്കെ ഇട്ട് കൊടുത്തതാണല്ലോ, അതുകൊണ്ട് മൺപുഴുവൊക്കെ ധാരാളം ഉണ്ട്. അപ്പോൾ നല്ല വളമുള്ള മണ്ണാണ്. ഉള്ളി അങ്ങനെ നട്ട് വെച്ചു. ഓക്കെ. അങ്ങനെ ഉള്ളിയൊക്കെ നട്ട് വെച്ചു. ഇത് ലാസ്റ്റാണ്. ഉള്ളി ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുക്കാനേ പാടുള്ളൂ. മുഴുവനായിട്ട് മണ്ണൊട്ട് അടയ്ക്കാൻ പാടില്ല. ഇത്ര ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാനേ പാടുള്ളൂ. ഓക്കെ. നല്ല നനവുണ്ട്, അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട. മണ്ണ് പിന്നെ കഴിഞ്ഞ കൊല്ലം തന്നെ ഞാൻ പുതിയ മണ്ണ് ഇട്ടതാണ്. ഓക്കെ. അവിടെ ഇവിടെയും ഒക്കെ ആയിട്ട് അങ്ങനെ ഉള്ളി നട്ട് വെച്ച് ഗാർഡനിങ് 2025 സ്റ്റാർട്ട് ചെയ്തു. സൂപ്പറല്ലേ? നമ്മുടെ വീട്ടിൽ ഫ്രഷായിട്ട് പച്ചക്കറി ഉണ്ടാക്കി, ഒരു പൂ വന്നു, ഒരു കായ വന്നു, ഒരു പച്ച ഇല വന്നു, ആകെ ഒരു പച്ചപ്പ് ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ എന്നെ? ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടെ. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എത്രയോ ടെൻഷൻ, എത്രയോ വിഷമങ്ങളൊക്കെ അനുഭവിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും അല്ലേ ജീവിതം ഇങ്ങനെ പോണത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു പച്ചപ്പ് ഒക്കെ കാണുമ്പോൾ, ഒരു ഇല വന്നു, ഒരു പൂ വന്നു, അതൊക്കെ കാണുമ്പോൾ എത്ര സന്തോഷമാണ് നമുക്കൊക്കെ അല്ലേ?
അറ്റ്ലീസ്റ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇറങ്ങുക ഗാർഡനിൽ. ഓക്കെ, ഈ പുഴുവിനെ കാണുകയാണെങ്കിൽ എടുത്ത് കളഞ്ഞോളൂ കേട്ടോ. ഇത് നമ്മുടെ വിത്തിനൊക്കെ തിന്നും. ഇത് മെയിനായിട്ട് തക്കാളിയും അതൊക്കെ വെച്ച് കൊടുത്താണ് ഇതുപോലെ പുഴുകൾ. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു തേനീച്ചയാണ്, ഒരു ഇതാണ്. പക്ഷേ ഇത് എന്താ പറയുക, നമ്മുടെ വിത്തിനൊക്കെ തിന്നും ഇത്. പിന്നെ ഇതുപോലെ കാണുമ്പോൾ എടുത്ത് കളഞ്ഞോളൂ കേട്ടോ. മൺപുഴു കണ്ടോ പോണത്? നല്ല വളമുള്ള മണ്ണല്ലേ, അതുകൊണ്ടാണ്. ഇവിടെയൊക്കെ ഈ പയറിനെ നടാമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. കുറച്ച് ഡീപ്പിൽ കേട്ടോ, ഒരുപാട് ഇതിലല്ല, കുറച്ച് ഡീപ്പായിട്ട്. ഒരു ഇത്ര ഡിസ്റ്റൻസ് മതിയാവും. നീളന്നെ പോണതാണ്. ഇതിൻ്റെ ബീൻസിന് നല്ല ടേസ്റ്റാണ് ഈ ബീൻസ്. എനിക്ക് തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല, ഈ നാട്ടിലെ ഒച്ചപ്പയറിൻ്റെ ഒരു വെറൈറ്റിയാണെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത് ഈ ചീരനെ നടാം കേട്ടോ. നടുന്നതിൻ്റെ മുമ്പ് ആദ്യം മണ്ണ് ഇളക്കി കൊടുക്കണം. ഇളകുണ്ട് ഇപ്പോൾ. ഐസ് ഇത് ഫ്രീസിങ് ഒക്കെ പോയല്ലോ, കഴിഞ്ഞല്ലോ. ഇപ്പോൾ +15 ഡിഗ്രിയൊക്കെ ഉണ്ട് ഡേയിൽ. സോ മണ്ണ് ലൂസായി കിട്ടുന്നുണ്ട്. പക്ഷെ വെള്ളമൊന്നും ഒഴിക്കണ്ട. മണ്ണിനെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഓക്കെ, പിന്നെ കരിയിലൊക്കെ കുഴപ്പമില്ലല്ലോ, കരിയിലൊക്കെ വളമാണല്ലോ. അതുകൊണ്ട് അതൊന്നും മാറ്റണ്ട, അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഇതിങ്ങനെ ഞാൻ കൈകൊണ്ട് തന്നെ വരയ്ക്കാറുണ്ട്. ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് കേട്ടോ, പാലക്ചീരയുടെ വിത്ത് ജസ്റ്റ് ഇങ്ങനെ ഇട്ടാൽ മതി. ഒരുപാട് ഡീപ്പൊന്നും പോണ്ട, ഇങ്ങനെ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇത് ക്ലോസ് ചെയ്തു. അതേപോലെ തന്നെ ഇവിടെയും ഈ വേസ്റ്റൊക്കെ പറിക്കുക. ഇതുപോലെ കൈകൊണ്ട് തന്നെ ഒരു വര വരച്ച് ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുത്താൽ മതി. നല്ല അടിപൊളി പാലക് ചീര റെഡി. സൂപ്പറല്ലേ? ഒരുപാട് വിത്തിടരുത്, വിത്തിടാൻ പാടില്ല കേട്ടോ. ചുമ്മാ ഒരു ലൈനിൽ കൊള്ളാവുന്ന മാതിരി വിത്തുകൾ ഇട്ട് കൊടുക്കുക. ഇത് 1 മാസം ആകുമ്പോഴേക്കും ചീര എടുക്കാം നമുക്ക്. ഇനി ഈ സാലഡ് നട്ട് കൊടുക്കാം കേട്ടോ. റെഡ് കളറ് ചീര സാലഡ് ഇലയാണ്. ഇതിൻ്റെ വിത്തുകൾ ഇങ്ങനെയാട്ടോ ഉണ്ടാവുക, കണ്ടോ? ഒരു ബ്രൗൺ കളറിലിങ്ങനെ നമ്മുടെ എള്ളില്ലേ അതുപോലത്തെ. അപ്പോൾ അതിനിങ്ങനെ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് ഡീപ്പൊന്നും പോകരുത്, ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. സോ ഓക്കെ, മണ്ണ് ക്ലോസ് ചെയ്യുക. ഒന്നങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഈ റാഡിഷിന് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ വിത്ത് കാണിച്ചു തരാം. നമ്മുടെ അവിടെ കണ്ടോ? അതിൻ്റെ വിത്ത് കണ്ടോ? ഇങ്ങനെ മണിമണിയായിട്ടിരിക്കും, കണ്ടോ? ഇതാണ് എൻ്റെ വിത്ത്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഒരു വരയിട്ടിട്ട് ഇത് അതേപോലെ തന്നെ ഒരുപാട് ഡീപ്പായിട്ടൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇട്ട് ക്ലോസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഉണ്ടായി വന്നതിന് ശേഷം ഒരുപാട് ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് അങ്ങോട്ട് സ്ഥലം ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ മാറ്റി വെക്കേണ്ടി വരും.
പക്ഷെ ആവണ വരെ ഇങ്ങനെയൊക്കെ വയ്ക്കാം. ഓക്കെ, അങ്ങനെ ഉള്ളി, ചീര, പിന്നെ സാലഡ് റാഡിഷും ആ സാലഡും നാലും കൂടി ഞാൻ നട്ടുവെച്ചു. ഓക്കെ, അത് കൂടാണ്ട് നമുക്ക് ക്യാരറ്റ്, പട്ടാണി, പച്ചപ്പട്ടാണിയൊക്കെ, ഇത് പിന്നെ വെളുത്തുള്ളി ഇടാത്തവർ മാക്സിമം ഇപ്പോൾ ഇടണം കേട്ടോ. വെളുത്തുള്ളിയും കൂടെ ഇടാത്തവർ മാക്സിമം ഇപ്പോൾ ഇങ്ങനെ ഇടണം. ഓക്കെ, എൻ്റെ ഇത് കണ്ടു, ഇതൊക്കെ പക്ഷികൾ തിന്ന് വയ്ക്കേണ്ടതാണ്. സൺഫ്ലവർ സീഡ്സ് കഴിഞ്ഞ കൊല്ലം ഉണ്ടായതാണ്. അവർ വരും, ഇതിൻ്റെ മുകളിൽ നിന്ന് കൊത്തിയെടുക്കും, സുഖമായിട്ട് കഴിച്ചിട്ട് പോകും. അത് കാണാനൊരു രസമാണ്. കണ്ടോ, ഇതൊക്കെ കാലിയാണ്, എല്ലാം കഴിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല വെയിലടിക്കുന്നുണ്ട്. രസമാണെന്ന് ഇപ്പോൾ വാക്കിംഗ് പോകാനും രസമാണ്. അപ്പോൾ അങ്ങനെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഗാർഡനിങ് 2025 തുടങ്ങിക്കഴിഞ്ഞു. എല്ലാവരും കൂടെ ഗാർഡനിങ്ങിൽ ഇറങ്ങുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നല്ല കാറ്റടിക്കുന്നുണ്ട്. ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡേ ടു ഡേ ലൈഫ് ടെൻഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ നമുക്കിങ്ങനെ വീട്ടിലൊരു പച്ചപ്പ്, ഒരു ഇല, ഒരു പൂവ്, ഒരു കായ്, അത് നമ്മുടെ വീട്ടിലുണ്ടായി, നമ്മൾ സ്വയം ഉണ്ടാക്കി, വിഷമൊന്നും അടിക്കാത്ത നമ്മൾ സ്വയം ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതൊരു രസം വേറെ തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൃഷിയിൽ ഇറങ്ങുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഡിയേഴ്സ്, ഹാപ്പി ഗാർഡനിങ്, ലവ് യു ഓൾ.